ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ആ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ഷുഗറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയില്ലാത്ത പാത്രം എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിത് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് മൊത്തം അടിയിൽ പിടിച്ചിട്ട് ആകെ അങ്ങ് കുളമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചുവട് കട്ടിയുള്ളതോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ പാല് തിളച്ച് ഏകദേശം ഇങ്ങനെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾക്ക് കുറച്ച് നേരം കൂടി ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അത് തിളച്ച് പൊന്തി വരുമ്പോഴത്തേക്കും നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇതിങ്ങനെ നല്ല പോലെ തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റും ആ ഒരു കളറും വരാൻ തുടങ്ങും. അപ്പോൾ കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഇങ്ങനെ കുറുകി വരുമ്പോൾ അത് വന്നോളും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാൽ ഇതുപോലെ കുറുകി വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ടൈം കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ലൂസായിട്ട്, എന്നാൽ തിക്കായിരിക്കണം, എന്നാൽ ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ ലൂസായിട്ടിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല തിക്കായി ഹാർഡായി പോകും. അപ്പോൾ നമ്മൾക്കത് സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ബോട്ടിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമ്മൾക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴോ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കിത് കുറച്ച് ഒഴിച്ചിട്ട് റെഡിയാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾക്ക് പാലും കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ വളരെ എളുപ്പം ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കമൻസ്, അതാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല്ലാ ബൈ ഫ്രം ബുബിന സലു. താങ്ക്സ് ഫോർ വാച്ചിങ്.